പെൺകുട്ടി കള്ളന്മാരുടെ മുന്നിൽ അന്ധയായി അഭിനയിച്ചു. അവൾ ചൂടുള്ള കാപ്പി ഒഴിക്കുമ്പോൾ ഒരാൾ ഒരു കടലാസ് കഷണം വെച്ചു. പക്ഷേ അബദ്ധത്തിൽ അയാൾക്ക് തന്നെ പൊള്ളലേറ്റു. തുടർന്ന് അവർ അവളെ പരീക്ഷിക്കാൻ അവളുടെ കാൽക്കൽ ഒരു പെട്ടി വെച്ചു. പെൺകുട്ടി പെട്ടെന്ന് തിരിഞ്ഞ് അവളുടെ കെറ്റിലിന്റെ അടപ്പ് അടക്കാൻ ശ്രമിക്കുന്നതായി നടിച്ചു. പക്ഷേ കള്ളന്മാർക്ക് ഇപ്പോഴും വിശ്വാസം വന്നില്ല. അവർ വീണ്ടും ആ പെട്ടി അവളുടെ കാൽക്കൽ വെച്ചു. ഇത്തവണ വീണുപോകുക അല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. സംശയം തീരാതെ അവൾ പ്രതികരിക്കുമോ എന്നറിയാൻ കള്ളന്മാരിൽ ഒരാൾ അവളുടെ ചെവിക്കടുത്ത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. അവളുടെ കണ്ണുകൾ ചിമ്മാതിരുന്നെങ്കിലും ഉള്ളിൽ അവൾ നെട്ടിവിറക്കുന്നുണ്ടായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. പിന്നീട് അവൾ കുളിക്കാൻ പോകുന്നതായി നടിച്ചു. പക്ഷേ 3 കള്ളന്മാരും അവളെ പിന്തുടർന്നു. അവൾ മുതലെടുക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ അവൾ തിരികെ സ്വീകരണമുറിയിലേക്ക് പോയി ടിവി ഓണാക്കി താൻ അന്ധയാണെന്ന കാര്യം മറന്നുപോയി. തന്റെ തെറ്റ് മറയ്ക്കാൻ അവൾ പൂച്ചയെ വിളിക്കുകയും അതിനുവേണ്ടിയാണ് ടിവി ഓണാക്കിയതെന്ന് നടിക്കുകയും ചെയ്തു. ഒടുവിൽ 3 കള്ളന്മാർക്കും അവൾക്ക് ശരിക്കും കാഴ്ചയില്ലെന്ന് ബോധ്യപ്പെടുകയും വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾക്കായി തിരയാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അവരിൽ ഒരാൾ പാറ്റകൾ നിറഞ്ഞ ഒരു തുണിക്കഷണം അവളുടെ നേർക്കെറിഞ്ഞപ്പോൾ പേടിച്ച് പെൺകുട്ടി അലറി വിളിച്ചു. അതോടെ അവളുടെ അഭിനയം തൽക്ഷണം പുറത്തുവന്നു. അതുകൊണ്ടാണ് കള്ളന്മാരെക്കാൾ അപകടകാരികൾ പാറ്റകളാണെന്ന് പറയുന്നത്.